നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 60 സെക്കൻഡ് ഫാറ്റ് ലോസ് ടിപ്സിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. മിക്ക ആൾക്കാർക്കും ഒരു 1 അവർ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അത് ഇന്ന് വേണ്ട, നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. പലപ്പോഴും ഇതുവരെ നമ്മൾ ഒരു എക്സസൈസും ചെയ്തില്ല, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു 1 അവർ വർക്കൗട്ട് എന്നൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് ഷട്ട് ഡൗൺ ചെയ്യും. വലിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് അതിനോടൊരു എതിർപ്പ് മനോഭാവം അല്ലെങ്കിൽ അത് വേണ്ട, ഇപ്പൊ വേണ്ട എന്നുള്ള ഒരു ചിന്ത വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 അവർ ഒന്നും എയിം ചെയ്യാതെ നിങ്ങൾ ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ പതുക്കെ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. ഈ ഒരു ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും, അച്ചീവബിൾ ആണെന്നുള്ള ഒരു തോന്നൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന 60 സെക്കൻഡ് ഫാറ്റ് ലോസ് ടിപ്സും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 60 സെക്കൻഡ് ഇതിനു വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയും ഫാറ്റ് ലോസ് ജേണിയും കുറേയും കൂടി എളുപ്പവും എഫിഷ്യന്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. എന്തൊക്കെയാണ് ഈ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് തന്നെ 60 സെക്കൻഡ് പോസ്റ്റ് മീൽ വാക്കിംഗ് ആണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 60 സെക്കൻഡ് നമ്മളൊന്ന് നടക്കുക. അത് എന്ത് ഭക്ഷണം ആയിക്കോട്ടെ, ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റ് നിങ്ങൾ എവിടെ ഇരിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ ഉള്ളിലൂടെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ തന്നെ ഒരു 1 മിനിറ്റ് നിങ്ങൾ നടക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, എവിടെയും ഇരിക്കാതെ. ഈ ഒരു 1 മിനിറ്റ് നമുക്ക് പതുക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ്സ് ഒക്കെ ആക്കിയിട്ട് കൂട്ടിക്കൊണ്ടുവരാം. അത് പതുക്കെ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1 മിനിറ്റ് നിങ്ങൾ എയിം ചെയ്യുക. ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് ഹെൽപ്പിംഗ് ആയിരിക്കും കേട്ടോ. കാര്യം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി മാത്രം പോരാ, നമ്മുടെ ടോട്ടൽ സ്റ്റെപ്സ് നമ്മൾ എപ്പോഴും ട്രാക്ക് ചെയ്യണം എന്ന് പറയും. ഈ ഒരു 1 മിനിറ്റ് പോസ്റ്റ് മീൽ വാക്കിംഗ് നിങ്ങളുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടാനും ടോട്ടൽ ബോഡി ആക്ടിവിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുവാണെങ്കിൽ വെറുതെ ഇരിക്കാതെ ഒരു 1 മിനിറ്റ് നിങ്ങളൊന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 1 മിനിറ്റ് നമ്മളൊരു ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഒരു മെറ്റബോളിക് ഡ്രിങ്ക് കുടിക്കാനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ ഹോട്ട് വാട്ടർ കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഒരു 2.5 ഗ്രാം ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിലും ബെറ്റർ ആണ്. അത് നമ്മുടെ ബോഡിയിൽ ടോട്ടൽ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു 1 മിനിറ്റ് 60 സെക്കൻഡ് നിങ്ങൾ എന്താണ് കഴിക്കാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പലപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്, ഒരു പ്ലാനിങ് ഒന്നുമില്ല. പലപ്പോഴും ഫോൺ നോക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നും ആലോചിക്കില്ല, നേരെ ടേബിളിൽ വന്നിരുന്നിട്ട് കഴിക്കാൻ തുടങ്ങും. വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് പ്രശ്നമാവുക. പലപ്പോഴും നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അത് തീരുന്നവരെ കഴിക്കുള്ളൂ. അതല്ല, വീട്ടിലുള്ളവരാണെങ്കിൽ ചോറും കറികളെല്ലാം ഉണ്ടാവും, എടുക്കും, കഴിച്ചു തുടങ്ങും. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ചോറ് ബാക്കിയാവും, കറികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ചോറ് തീർക്കാനായിട്ട് കുറച്ചുകൂടി കറി എടുക്കും. പിന്നെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ചോറ് തീരും, പക്ഷെ എടുത്ത കറിയൊക്കെ ബാക്കിയാവും. അപ്പൊ ഇനി കറി തീർക്കാനായിട്ട് വീണ്ടും കുറച്ച് ചോറ് എടുക്കും. അങ്ങനെ ആ ഒരു സൈക്കിളിൽ നിങ്ങൾ അറിയാണ്ട് തന്നെ കുറെ ഫുഡ് നിങ്ങൾ കഴിക്കും. ഒത്തിരി കലോറീസ് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യുക. ഇന്ന് ഞാൻ ഇത്രയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഇത്ര എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, ഇത്ര എമൗണ്ട് ഓഫ് ഫൈബർ, ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് കഴിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്ത് സ്ക്രീൻ ടൈം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. വേറെ ഡിസ്ട്രാക്ഷൻസിലേക്ക് ഒന്നും പോവാതെ എന്ത് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് അത് മാത്രം ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടിപ്പ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എക്സസൈസോ ഫാറ്റ് ലോസ് ജേണിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ക്രേവിങ്സ് വരിക. പലപ്പോഴും നമുക്ക് വിശന്നിട്ടൊന്നും ആയിരിക്കില്ല, നമുക്ക് വെറുതെ തോന്നുമായിരിക്കും എന്താ കഴിക്കുക, എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഇനി ഇങ്ങനെ ക്രേവിങ്സ് വരുമ്പോൾ ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 60 സെക്കൻഡ്സ് പോലും വേണ്ട, ഒരു 10 സെക്കൻഡ്സ് നിങ്ങളൊന്ന് ആലോചിക്കാനിരിക്കുക. ശരിക്കും വിശക്കുന്നുണ്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബോർ അടിച്ചിട്ടാണോ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്നത്? സോ ഈ ഒരു 60 സെക്കൻഡ് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടും. ബോർ അടിച്ചിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. വേറെ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ റൂട്ട് കോസ് ഉണ്ടാവും, അതിനെ നിങ്ങൾ ടാക്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ആ ഒരു സ്നാക്കിങ്ങും ബിഞ്ച് ഈറ്റിങ്ങും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം.
ഇനിയുള്ള ഒരു കാര്യം ഒരു 60 സെക്കൻഡ് ഇന്റർവെൽ വാക്കിംഗ് ആണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1 അവർ കൂടുമ്പോൾ 60 മിനിറ്റ്സ് കൂടുമ്പോൾ നിങ്ങൾ ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും 1 അവർ കൂടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 60 സെക്കൻഡ് നടന്നിട്ട് വരിക. വീടിന്റെ ഉള്ളിലൂടെയോ ഓഫീസിന്റെ ഉള്ളിലൂടെയോ ജസ്റ്റ് ഒരു 60 സെക്കൻഡ് ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് തിരിച്ചിരിക്കുക. ഇത് നിങ്ങൾ എല്ലാ 1 അവറിലും ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ ആക്ടിവിറ്റി ലെവൽ കൂടും, നിങ്ങളുടെ സ്റ്റെപ്പ് കൗണ്ടും കൂടും. ഇതും വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഐഡിൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനും ഒരു റിഫ്രഷ്മെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ് ഫാക്ടർ ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെ സ്റ്റെപ്പ് കയറി ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അതും ഒരു 60 സെക്കൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. മുട്ടുവേദനയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേണ്ട, മുട്ടിന് സ്ട്രെയിൻ ഉണ്ടാവും. ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്കും മുട്ടുവേദന വരാം ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ കയറുന്ന സമയത്ത്. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട. വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ഒന്നും ഒരു ദിവസം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു 60 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വരെയൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്റ്റെപ്പ് എങ്കിലും കയറി ഇറങ്ങാം. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ ടിപ്സ് ഒക്കെ നമ്മുടെ ഫാറ്റ് ലൂസ് ജേർണി എളുപ്പമാക്കാനുള്ളതാണ് കേട്ടോ, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനുള്ളതാണ്. തുടക്കക്കാർക്ക് ഇതൊക്കെ ചെയ്ത് തുടങ്ങാനുള്ളതാണ്. ഇത് മാത്രം ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് ലൂസ് എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ ഫാറ്റ് ലോസ് വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ കൂടെ ചെയ്യാനുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്കൗട്ട് എന്നുള്ള ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അൾട്ടിമേറ്റ്ലി നമ്മളുടെ എയിം എന്ന് പറയുന്നത് ക്ലീൻ ഡയറ്റും വർക്കൗട്ടും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാവരും മനസ്സിലാക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.